റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അനുനയ നീക്കങ്ങളോടെ മുഖം തിരിച്ചിരിക്കുന്നു കെ സുധാകരൻ. സീറ്റില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുമെന്ന് കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കാനാണ് നീക്കം. അല്പസമയം മുമ്പ് എം.കെ. രാഘവൻ എം.പി. സുധാകരനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. ചർച്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ കാര്യമായി എം.കെ. രാഘവൻ തയ്യാറായില്ല. ഉച്ചയ്ക്ക് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് വിവരം വരുന്നു. അതിനിടെ കണ്ണൂരിൽ കെ സുധാകരൻ, സണ്ണി ജോസഫ് പോരാണ്. അനുകൂലികൾ പരസ്യ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ ലഭിച്ചു. പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ ബോർഡിന് മുകളിൽ കെ സുധാകരൻ ബ്രിഗേഡ് പോസ്റ്റർ ഒട്ടിച്ചു. നമുക്ക് പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാവുന്നതാണ്. സണ്ണി ജോസഫിന്റെ പോസ്റ്ററിന്റെ മുകളിൽ കെ സുധാകരന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. നന്ദിയില്ലെങ്കിലും നന്ദികേടാവരുത് സണ്ണി, തിരിച്ചടി നേരിടേണ്ടി വരും. ശ്രീ കെ സുധാകരൻ അഭിവാദ്യങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന KS ബ്രിഗേഡ് എന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്ററാണ് കെ സുധാകരൻ സണ്ണി ജോസഫിന്റെ പോസ്റ്ററിന് മുന്നിൽ പതിച്ചിരിക്കുന്നത്. നേരത്തെ പേരാവൂരിൽ വലിയ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. ഇന്നലെ നമ്മൾ കണ്ണൂരിൽ DCC ഓഫീസിന് മുന്നിലും പന്തം കൊളുത്തി പ്രകടനം കണ്ടിരുന്നു. റോഷിപ്പാലും അർജുൻ കല്യാണും തത്സമയം ചേരും. ആദ്യം റോഷിപ്പാലിലേക്ക്. റോഷിപ്പാൽ, ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയല്ലേ? അനുനയത്തിന് വഴങ്ങുന്നില്ലല്ലോ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അതിനിടയിൽ ചില വാർത്തകൾ വരുന്നത് എം.കെ. രാഘവൻ പോയി കണ്ടു. അനുനയിപ്പിക്കാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കണോ, അതല്ല അസംതൃപ്തരുടെ ഒരു കൂടിക്കാഴ്ചയായി വിശേഷിപ്പിക്കണമോ? റോഷിപ്പാൽ. അരുൺകുമാർ, കെ സുധാകരൻ കടുപ്പിച്ച് തന്നെയാണ് കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ഉറച്ച അതിന്റെ തയ്യാറെടുപ്പിലേക്ക് കെ സുധാകരൻ നീങ്ങുന്നുവെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. പാർട്ടി പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കെ സുധാകരൻ പോവുകയാണ്. ഏറെ വൈകാതെ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് വിശദീകരിക്കും. കണ്ണൂരിൽ മത്സരിക്കാൻ അനുവാദം തരണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്ന് കെ സുധാകരൻ ഏതാണ്ട് ബോധ്യമായി. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന CEC-യിലാണ് കെ സുധാകരൻ കാത്തിരിക്കുന്നത്. CEC-യിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്ന ഒരു കണക്കുകൂട്ടൽ, അതിനപ്പുറത്തേക്ക് കാത്തിരിപ്പുണ്ടാകില്ല. തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കാൻ തന്നെയാണ് കെ സുധാകരന്റെ തീരുമാനം. ഇന്നലെ രാത്രിയും കെ സുധാകരൻ പ്രധാനപ്പെട്ട അനുയായികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കെ സുധാകരൻ പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഒരു നേതാക്കളുമായി കൂടിക്കാഴ്ചയില്ല എന്ന രീതിയിലാണ് കെ സുധാകരൻ ഇപ്പോൾ നിൽക്കുന്നത്. അല്പസമയം മുമ്പ് എത്തിയ എം.കെ. രാഘവന് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം സുധാകരൻ ആരെയും കാണുന്നില്ല എന്ന വിവരങ്ങൾ അടക്കമുണ്ട്. അതേസമയം തന്നെ കെ സുധാകരൻ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയെന്ന ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. അതിലൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തത വരുത്താൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ കെ സുധാകരന്റെ ഭാഗത്തുനിന്നും കെ സുധാകരന്റെ ക്യാമ്പിൽ നിന്നും നടക്കുന്ന മണിക്കൂറുകളാണ്. കെ സുധാകരൻ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇന്നലെ രമേശ് ചെന്നിത്തല നടത്തിയ അനുനയ നീക്കം അത് പരാജയപ്പെട്ടു. പിന്നീട് അർദ്ധരാത്രിയോടെ KC വേണുഗോപാൽ 2 ദൂതന്മാരെ അയച്ചു കെ സുധാകരൻ അരികിലേക്ക്. അത് ഒന്ന് AP അനിൽകുമാർ, രണ്ടാമത്തേത് ഷാഫി പറമ്പിൽ. രണ്ടുപേരും അനുനയ നീക്കമാണ്. കടുപ്പിക്കരുത്, കടുപ്പിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് KC വേണുഗോപാലിന്റെ സന്ദേശമാണ് നൽകിയത്. പക്ഷേ അംഗീകരിക്കാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. കണ്ണൂരിൽ മത്സരിക്കണം, അതുമാത്രമാണ് നിലപാട്. കണ്ണൂരിലേക്ക് മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച അനുനയമില്ല. കണ്ണൂരിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് പോകുന്നത്. സുധാകരന്റെ നീക്കത്തിൽ കോൺഗ്രസ് കാത്തിരിക്കുകയാണ്. സുധാകരൻ അനുനയിപ്പിക്കാനുള്ള നീക്കം ഇനിയും തുടരും. എന്നാലും കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് കെ സുധാകരൻ എന്തായിരിക്കും പ്രതികരിക്കുക, എന്ത് തീരുമാനമാണ് പ്രഖ്യാപിക്കുക എന്നതാണ്. അരുൺകുമാർ. ഓക്കേ.